ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപി MP തയ്യാറാകണമെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. ഗുരുവായൂരിന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇടപെടാൻ സുരേഷ് ഗോപി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗമാവട്ടെ, ഒരു MLA ആവട്ടെ, അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളുടെ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് എന്നറിയാൻ ഒരു യോഗം പോലും വിളിച്ചു ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തിരക്കുണ്ടായിരിക്കാം, കഴിഞ്ഞിട്ടില്ല. BJP കൗൺസിലർമാർ പ്രതിനിധീകരിക്കുന്ന വാർഡ് 14-ൽ 5 ഹൈമാസ്റ്റ് ലൈറ്റുകളും വാർഡ് 18-ൽ 4 ഹൈമാസ്റ്റ് ലൈറ്റുകളും അനുവദിച്ച് സംബന്ധിച്ചുള്ള അജണ്ടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ചർച്ചയായത്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വാർഡുകൾക്ക് മാത്രമായി MP 9 ലൈറ്റുകൾ അനുവദിച്ചത് ശരിയായില്ലെന്ന് CPIM-ലെ AS മനോജ് പറഞ്ഞതോടെയാണ് ചർച്ച ആരംഭിച്ചത്. ഗുരുവായൂർ എന്നത് 2 വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്ന യാഥാർത്ഥ്യബോധം MP-ക്ക് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ജനസംഖ്യയോളം അല്ലെങ്കിൽ ജനസംഖ്യക്ക് അപ്പുറം ഒരു വർഷം വന്നു പോകുന്ന ഈ ഇടം കേവലം 2 വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നൊരു യാഥാർത്ഥ്യ ബോധം അദ്ദേഹത്തിൽ നിന്ന് ഉണർത്താൻ നമുക്ക് തയ്യാറാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം പാർട്ടിയുടെ വാർഡുകളെയാണ് പരിഗണിക്കാറുള്ളതെന്നും സുരേഷ് ഗോപിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും സ്വതന്ത്ര അംഗം പ്രൊഫസർ PK ശാന്തകുമാരി പറഞ്ഞു. നമ്മൾ ചെന്നപ്പോ ഞാൻ ഒരിക്കൽ ചെന്നിട്ട് അന്നത്തെ MP രാഘവനോട് ഞാൻ ചോദിച്ചിരുന്നു. ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു. എന്നാൽ മുരളി പെരുന്നെല്ലി MLA-യുടെ ഫണ്ടിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലറുടെ വാർഡിലേക്ക് ഫണ്ട് അനുവദിച്ചത് ചൂണ്ടിക്കാട്ടി ചെയർമാൻ പ്രൊഫസർ ശാന്തകുമാരിയെ തിരുത്തി. ആരാവശ്യപ്പെട്ടാലും സുരേഷ് ഗോപി സഹായം നൽകുമെന്ന് BJP അംഗം ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഗുരുവായൂരിന്റെ വികസനത്തിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കയ്യൊപ്പുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. അജണ്ട അംഗീകരിക്കുകയാണെന്ന് അറിയിച്ച ചെയർമാൻ M. കൃഷ്ണദാസ് ഇതെല്ലാം ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടവർ ആലോചിക്കട്ടെ എന്നും പറഞ്ഞു. നമ്മുടെ സ്വഭാവം ആര് വികസന പ്രവർത്തനങ്ങളെ സഹായിച്ചാലും അത് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിന് യാതൊരു തടസ്സമില്ല, നമുക്ക് അംഗീകരിക്കുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ അവരിച്ച് ആലോചിക്കേണ്ടതാണ്. ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് മനസ്സിൽ വിചാരിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് വേണ്ടത് എന്ന് അവരാലോചിക്കേണ്ടതാണ്. അവരാലോചിക്കുന്നത്